മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവചനത്തില് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്, ആരും വിളക്ക് കൊണ്ടുവന്ന് പറയുടെ കീഴിൽ മറച്ചു വെക്കാറില്ലല്ലോ. വെളിച്ചം പ്രകാശം നൽകാനുള്ളതാണ്. ഈശോനാഥൻ വെളിച്ചം കാണുമ്പോൾ താൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രകാശമായ ഈശോയെ മറച്ചുവെക്കാനും തിന്മയെ, അന്ധകാരത്തെ പുറത്തേക്ക് കൊണ്ടുവരുവാനും നമ്മൾ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. ക്രിസ്തുവിനെ മറച്ചുവെക്കാനായിട്ട് നമ്മൾ ആരും പരിശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ അധ്വാനങ്ങളില്, ജീവിത വഴികളില് ക്രിസ്തുവിനെ മറച്ചുവെക്കുന്നവരൊക്കെ ജീവിതത്തിൽ പരാജയത്തിന്റെ വഴികളിലേക്ക് കടന്നുപോകും. ആരൊക്കെ തിന്മ പ്രവർത്തിക്കുന്നോ, ആരൊക്കെ അശുദ്ധമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നോ, അവരൊക്കെ ക്രിസ്തുവിനെ മറച്ചുവെച്ചിരിക്കുന്നവരാണ്. ക്രിസ്തുവിനെ മറച്ചുവെച്ചാല്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുവിന് നിന്നിൽ പ്രകാശിക്കാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്തുവിന് നിന്റെ വഴികളിൽ പ്രകാശിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിന് നിന്റെ അധ്വാനങ്ങളിൽ പ്രകാശിക്കാനായിട്ട് സാധിക്കുകയില്ല. തിന്മ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ക്രിസ്തുവിനെ മറച്ചുവെച്ചിരിക്കുന്ന വ്യക്തിയാണ്. തിന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ പിശാചിന്റെ തിന്മയുടെ മറ നീക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എന്ന് തിരിച്ചറിയുക. നമ്മളിൽ തിന്മ പ്രവർത്തിക്കുന്നവരാണ് നമ്മളെങ്കിൽ കർത്താവിന് മുമ്പിൽ മാപ്പപേക്ഷിക്കാം. തിന്മയുടെ ജീവിതം നമുക്ക് വിട്ടുപേക്ഷിക്കാം. നന്മയുടെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മയെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ അധ്വാനങ്ങളെയും ഈ ദിവസത്തിന്റെ സകല കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഈ ദിവസത്തിൽ ഇവരുടെ സകല കാര്യങ്ങളിലും അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.